നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 48. യോഗസ്ഥഃ കുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയെയാണ് യോഗമെന്ന് പറയുന്നത്. എന്താണ് യോഗം? സദാ അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി മനസ്സിനെ പരമോന്നതനിൽ ഏകാഗ്രീകരിക്കലാണ് യോഗം. ആരാണ് പരമോന്നതൻ? പരമോന്നതൻ ഭഗവാനാണ്. അവിടെന്നു തന്നെ അർജുനനോട് പൊരുതാൻ ആജ്ഞാപിക്കെ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി ആകുലപ്പെടാൻ എന്തുണ്ട്? ലാഭവും വിജയവും കൃഷ്ണന്റേതു മാത്രം. ഭഗവാന്റെ ആജ്ഞയ്ക്കനുസൃതമായി പ്രവർത്തിക്കുകയെ അർജുനൻ ചെയ്യേണ്ടതുള്ളൂ. കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ യോഗം. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അതീശത്വ ഭാവത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയൂ. ഒന്നുകിൽ കൃഷ്ണന്റെ സേവകനാവുക, അല്ലെങ്കിൽ കൃഷ്ണഭക്തന്മാരുടെ സേവകനാവുക. അതാണ് കൃഷ്ണാവബോധത്തോടെ സ്വധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുമുള്ള ഒരേയൊരു വഴി. അർജുനൻ ക്ഷത്രിയനാണ്. ആ നിലയിൽ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. വിഷ്ണു പുരാണത്തിൽ പറയുന്നത് വർണ്ണാശ്രമധർമ്മത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്നത് വിഷ്ണുവിനെ സംതൃപ്തനാക്കുക എന്നാണ്. ഭൗതിക ലോകത്തിൽ സാർവത്രികമായി കാണുന്നത് പോലെ സ്വയം തൃപ്തിപ്പെടുകയല്ല, കൃഷ്ണനെ സംതൃപ്തനാക്കുകയാണ് വേണ്ടത്. കൃഷ്ണനെ തൃപ്തിപ്പെടുത്താതെ ഒരാൾക്ക് വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയുടെ നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല. താൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാനാണ് അർജുനൻ കൃഷ്ണനെ പരോക്ഷമായി ഉപദേശിക്കുന്നത്.